ചിന്നു, 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 ഐ ലവ് യു ചിന്നു, ഐ ലവ് യു ചിന്നു, ചിന്നു, ചിന്നു. കല്യാണിയുടെ മൂക്കിൽ നിന്ന് ചോര വന്നു. വിഷം ഉള്ളിൽ കയറിയതാന്ന് കേട്ടു. കല്യാണി സെക്കൻഡുകൾ തോറും അവശയായിക്കൊണ്ടിരിക്കുക. മാറി നിൽക്ക് ചിന്നു. തുറക്കടാ ചിന്നു, 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 ചിന്നു. സർ, ടയർ പഞ്ചറാണ് സർ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? കല്യാണിയുടെ ചലനത്തിന്റെയും ശബ്ദത്തിന്റെയും ശക്തി കുറയുകയാണ്. ഏത് നിമിഷവും അത് സംഭവിക്കാം. തീർന്നു. കല്യാണി തീർന്നു. ഹലോ, SP ഹോസ്പിറ്റലല്ലേ? എനിക്കൊരു ആംബുലൻസ് വേണമായിരുന്നു. ലോ കോളേജിലേക്കാ, അർജന്റാ, ഉടനെ വേണം. ചിന്നു, 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 കണ്ണു തുറക്ക് ചിന്നു, 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 കണ്ണു തുറക്ക് ചിന്നു. എന്റെ ഈ കൈകൊണ്ട് തന്നെ ശിവദാസന്റെ മകൾക്ക് അവാർഡ് കൊടുക്കേണ്ട ഗതികേട് വന്നല്ലോ. ഈ നാണക്കേട് തീരണമെങ്കിൽ അവളെ ചാകണം. ഇനി എനിക്ക് ജീവനുള്ള അവളുടെ മുഖം കാണാൻ ഇടവരരുത്. ഹലോ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ആന്റി. അവള് വീണോ? വീണു. നമ്മുടെ ശത്രു വീണു. ഇനി അവൾ ഒരിക്കലും തല പൊക്കില്ല. മരണത്തിന്റെ മടങ്ങി വരാത്ത ഗർത്തത്തിലേക്ക് അവൾ അധികം വൈകാതെ പതിക്കും. നാടകത്തിൽ അവൾ അവതരിപ്പിച്ച കഥാപാത്രമായ ജൂലിയറ്റും നാടകത്തിന്റെ അന്ത്യത്തിൽ വിഷം കുടിച്ച് മരിക്കും. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച കല്യാണിയും വിഷം കുടിച്ച് മരണത്തോട് മല്ലടിക്കുന്നു. കഥാപാത്രത്തിന്റെയും അഭിനേത്രിയുടെയും നല്ല കാവ്യാത്മകമായ ഒരു അന്ത്യം. വിഷം കഴിച്ച് ചോര തുപ്പി പെടഞ്ഞുകൊണ്ടുള്ള ദയനീയമായ മരണം. എന്റെ ജീവിതം നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയ അവിടുത്തെ അടുക്കളക്കാരിയുടെ ശല്യം എന്നേക്കുമായി അവസാനിക്കുവാണ് ആന്റി. മോളെ, ഇതൊരു സാധാരണ മരണമല്ല, കൊലപാതകോ. ഇനി ഇതിപ്പോ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ തലയിൽ തന്നെ വീഴുവോ? ആന്റി ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? ഈ സ്റ്റേറ്റിലെ ഹോം മിനിസ്റ്ററിന്റെ മകളോടാ. എന്റെ അച്ഛൻ പറയുന്നതാണ് പോലീസിന്റെ നിയമം. ഈ കേസ് അന്വേഷിക്കാനും ഇവിടുത്തെ പോലീസുകാർ തന്നെയല്ലേ വരിക. ആന്റി റിലാക്സ്ഡ് ആയിട്ടിരുന്നോ. കല്യാണിയുടെ മരണത്തിന്റെ പേരിൽ ആന്റിയെയോ എന്നെയോ പോലീസുകാർ ഉപദ്രവിക്കില്ല. ഹോം മിനിസ്റ്ററിന്റെ മകളെ തൊടാനും വേണ്ടി മാത്രം ഒരു കാക്കിയും ഒരു കാലത്തും വളർന്നിട്ടില്ല. ആന്റി സമാധാനമായിട്ട് പോയിക്കോ. നമ്മുടെ രണ്ടാളുടെയും ശത്രു തീർന്നു. തീർന്നതല്ല, നമ്മൾ തീർത്തതാ.
ഇനി അവളുടെ ശല്യം ഉണ്ടാവില്ല, അത് ഉറപ്പ്. ഓക്കെ ബൈ. ചിന്നു 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 കണ്ണു തുറക്ക് ചിന്നു. അയ്യോ ചിന്നു, മോളെ മോളെ, എന്റെ പൊന്നെ, ഒന്ന് കണ്ണു തുറക്ക് ചിന്നു. എന്നെ വിട്ട് പോകല്ലേ ചിന്നു. മോളെ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ചിന്നു. എനിക്ക് നിന്നെ ഇഷ്ട ചിന്നു, അത്രമേലിഷ്ട. എന്നെ വിട്ട് പോവല്ലേ ചിന്നു. ചിന്നു ചിന്നു ചിന്നു, ഐ ലവ് യു ചിന്നു, ഐ ലവ് യു ചിന്നു. ചിന്നു ചിന്നു. നാടകം എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, റോമിയോ ആൻഡ് ജൂലിയറ്റ് എല്ലാവർക്കും അറിയാം അത് നല്ല നാടകമാണെന്ന്. തന്നോട് ചോദിച്ചോ? ചിന്നു നാടകത്തിൽ തകർത്ത് അഭിനയിച്ച് കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മഹിയുടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? ചിന്നുവിനൊപ്പം പിടിച്ചു നിൽക്കാൻ അവന് പറ്റിയോ? നിങ്ങളുടെ ചിന്നു തകർത്ത് അഭിനയിച്ചു. 1ാം സമ്മാനവും കിട്ടി. രംഗത്ത് ചിന്നു അഭിനയിക്കല്ലായിരുന്നു, ജീവിക്കായിരുന്നു. അവളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടന്നത് മികച്ച ഒരു നടിയായിരുന്നു. കഴിവുള്ള ഒരു കുട്ടിയെ ചിന്നു. ഹാപ്പി ആയല്ലോ. ഈ മല പോലെ ഇങ്ങനെ മുന്നിൽ വന്നിരുന്ന എങ്ങനെ അകത്തോട്ട് പോന്നേ? നാടകം കണ്ടതോടുകൂടി കുഞ്ഞോള് ചിന്നുവിന്റെ ഫാനായെന്ന് തോന്നുന്നു. ആവശ്യത്തിലേറെ ചിന്നുവിനെ പുകഴ്ത്തുകയാണല്ലോ. ഭദ്രേട്ടൻ അറിയോ, സമ്മാനദാനം നടന്നപ്പോ ചിന്നു കുഴഞ്ഞു വീണു. അയ്യോ, നാടകത്തിന്റെ ക്ലൈമാക്സ് ദുരന്തമായിരുന്നു. നാടകത്തിന്റെ പിരിമുറുക്കം കൊണ്ട് ചിലപ്പോ നാടകം കഴിഞ്ഞപ്പോ കുഴഞ്ഞു വീണതായിരിക്കും. എന്തായാലും അവള് സമ്മാനം വാങ്ങിച്ചല്ലോ, അവളുടെ കഷ്ടപ്പാടിനുള്ള പ്രതിഫലം കിട്ടിയല്ലോ. അല്ലെങ്കിലും ദുരന്ത നാടകത്തിന്റെ അവസാന രംഗം ദുരന്തമായിട്ടല്ലേ തീർക്കാൻ പറ്റൂ.